തിമിർത്ത് പെയ്ത മഴയിൽ പൊഴിഞ്ഞു വീണ മുല്ല പെറുക്കിയെടുക്കുമ്പോൾ എന്തിനോ മനം വല്ലാതെ വിങ്ങി. ഇന്ന് ഈ മുല്ലയുടെ അവകാശമില്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ദൈവമേ, ഇത് വലുതാവുമ്പോ കുറെ പൂവുണ്ടാവോ? ഉണ്ടാവുമല്ലോ. എനിക്ക് മാത്രല്ലേ അത്? കൈ ചൂണ്ടി കൊഞ്ചി കൊഴിഞ്ഞ ആ ചോദ്യം മനസ്സിനെ നോവിക്കാനെന്നോണം ഓടിയെത്തുന്നു. അമ്മൂട്ടി, ദൈവമേയുടെ അമ്മൂട്ടി. പ്രസവവേദന അറിയാത്ത തനിക്ക് അമ്മയെന്ന പേര് ചാർത്തി തന്നവൾ. മുലപ്പാലിന് പകരം സ്നേഹം ചുരന്നായിരുന്നില്ലേ താൻ അവളെ വളർത്തിയത്. എന്നിട്ടും എൻ്റെ കുട്ടിക്ക് സംഭവിച്ചേ? ദേവിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കൈവെള്ളയിലിരിക്കുന്ന മുല്ലിലേക്ക് കടന്നു വീണു. ദേവു, ഇന്നിപ്പോ സ്കൂളിൽ പോക്കൊന്നുമില്ലേ? ഉമ്മറത്തെ സോപാനത്തിലേക്ക് ചാരിയിരുന്ന് ചുമച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. പുറം കൈകൊണ്ട് കണ്ണുനീർ തുടച്ച് ഉമ്മറത്തേക്ക് കയറി. എത്രയെന്ന് വെച്ചാ ദേവൂട്ടിയെ ഇങ്ങനെ ലീവാക്കണേ? സ്കൂളിലേക്കൊന്ന് പോയാൽ നിന്റെ മനസ്സിലെ വിഷമം കുറേയേറില്ലാണ്ടാവും. അതാ അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കണേ. എല്ലാം ദൈവനിശ്ചയാവുമെന്ന് കരുതുക, അല്ലാണ്ടിപ്പോ എന്താ പറയാ? മറുപടി ഒരു മോളിൽ ഒതുക്കി ദേവി അടുക്കളയിലേക്ക് തിരിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ളത് കാലാക്കി അവൾക്കുള്ളത് കെട്ടിപ്പൊതിഞ്ഞെടുത്തു. അച്ഛനുള്ള ടേബിളിൽ അടച്ചു വെച്ചു. ഇനിയുമുണ്ട് സമയം ഒരുപാട്. പണ്ട് ഈ നേരത്തെയുടെ ഒരു ബഹളമായിരുന്നു. എന്റെ ക്ലിപ്പുകൾ ദൈവമേ, എന്റെ ഷാള്, എന്റെ പൊട്ട്, എന്റെ ബുക്ക്. ഇന്നിപ്പോൾ ബഹളങ്ങളെല്ലാം കെട്ടടങ്ങി. കോട്ടൺ സാരി ഞൊറിഞ്ഞെടുത്ത് കണ്ണാടിക്കൊമ്പിൽ നിന്ന് ഒരു കുഞ്ഞു പൊട്ടിനായി തിരഞ്ഞതും കണ്ണിലുടക്കിയത് അമ്മു തനിക്കെഴുതി വെച്ച കുറിപ്പാണ്. വിറയാർന്ന കൈകളോടെ അത് വീണ്ടും നിവർത്തി വായിക്കുമ്പോൾ മനസ്സും മിഴികളും ഒരുപോലെ നിറഞ്ഞൊഴുകി. ദൈവമേനോട് ക്ഷമിക്കണം, ഞാൻ ആദ്യം എന്നോടൊപ്പം പോവാണ്. വീണ്ടും വീണ്ടും നോവിക്കാനെന്നോണം എന്തിനിതെന്റെ കയ്യിലേക്ക് എത്തുന്നു. അവൾ തളർച്ചയോടെ കട്ടിലേക്കിരുന്നു. അമ്മു എന്ന ഒറ്റ നാമത്തിലായിരുന്നു തൻ്റെ ജീവിതം അത്രയും. കോളേജ് വിട്ട് വരുമ്പോഴാണ് വഴിയരികിൽ വണ്ടിയൊതുക്കി അമ്മേനെ വിളിച്ചത്. ചേച്ചിക്ക് പേറ്റ് നോവെടുത്ത് ഹോസ്പിറ്റൽ പോവാണെന്നും വടക്കേല് വീടിന്റെ താക്കോല് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അച്ഛൻ വന്നാൽ ചായ കൊടുക്കാനും പറഞ്ഞേൽപ്പിച്ചു. കാറ് വിട്ടകന്ന് പിന്തിരിഞ്ഞടക്കുമ്പോഴാണ് വലിയ ശബ്ദത്തോടെ ലോറി പാഞ്ഞു വന്ന് ആരോ പിടിച്ച് വലിച്ചു മാറ്റി. ആശ്വാസത്തോടെ പിന്തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് തന്നെ വിട്ടകന്ന അമ്മയും ചേച്ചിയും സഞ്ചരിച്ച കാറ് തലകീഴായി കിടക്കുന്നത് കണ്ടത്. കാറിൽ നിന്ന് പുറത്തേക്ക് വീണ രക്തത്തോടെയുള്ള ചേച്ചിയുടെ ശരീരം ഒന്ന് വിറച്ചുകൊണ്ട് നിശ്ചലമായി, തലയാകെ പെരുക്കുന്ന പോലെ. കാറിനുള്ളിൽ നിന്ന് ഏട്ടൻ ആരെല്ലാമോ താങ്ങിയെടുക്കുന്നത് കണ്ട് കണ്ണിനിരുട്ട് കയറുന്നതിന് മുമ്പേ കണ്ട കാഴ്ച അതായിരുന്നു. ആശുപത്രി വരാന്തയിൽ നിരത്തിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ, സമനില തെറ്റിയ ദിവസങ്ങൾ. ഒരുപാട് ദിനങ്ങൾക്കൊടുവിലാണ് അറിഞ്ഞത് തന്നെപ്പോലെ അനാഥമായൊരു കുരുന്നുകൂടെ തങ്ങൾക്കൊപ്പമുണ്ടെന്ന്. മരവിച്ച മനസ്സിനെ മാറ്റിയെടുക്കാൻ കുഞ്ഞിക്കണ്ണുമിഴിച്ചുള്ള ചിരി ധാരാളമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഊണിലും ഉറക്കത്തിലും അമ്മുവായിരുന്നു എല്ലാം. അവൾക്ക് വേണ്ടി ഞാൻ മാറുകയായിരുന്നു. ചെറിയ അമ്മയെന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മയെന്ന് മാറ്റി പറഞ്ഞ് പഠിപ്പിച്ചു. അവൾക്ക് വേണ്ടി പഠനം ഉപേക്ഷിച്ച കൂട്ടത്തിൽ ഭദ്രേട്ടനും ഉൾപ്പെട്ടിരുന്നില്ലേ? നാടും വീടും ഇട്ട് എല്ലാവരിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു. ആർക്ക് വേണ്ടിയായിരുന്നു എല്ലാം? എന്തിനു വേണ്ടി? നിഴല് പോലെ നിന്നൊരു നാൾ എന്നെ ശൂന്യതയിലേക്ക് തള്ളിയിട്ട് നീ ഇതെങ്ങോട്ട് പോയി മറഞ്ഞു? ഈ ഏകാന്തത വയ്യ നീയില്ലാതെ. ഒരു മന്ത്രം പോലെ അവൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ചുമൽ തട്ടിയുള്ള വിളിയിലാണ് സ്വബോധം തിരിച്ചു വന്ന് മുഖമൊന്ന് അമർത്തി തുടച്ച് ബാഗുമെടുത്തിറങ്ങി. അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പതിവുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അമ്മുവിൻ്റെ വളർച്ചയ്ക്കൊപ്പം വരുമാനം കൂടിയേ തീരുമെന്ന തിരിച്ചറിവിലാണ് പഠനം പൂർത്തീകരിച്ച്. ഇന്നിപ്പോൾ ടീച്ചർ എന്നുള്ളത് വരുമാന മാർഗമെന്നതിലപ്പുറം ഒരാശ്വാസ കേന്ദ്രം കൂടിയാവുന്നു. നിഷ്കളങ്കരാണ്, കുഞ്ഞുങ്ങളാണെന്ന് പറയുന്ന എത്ര നേരാണ്. അവരോടൊപ്പം ചെലവിടുന്ന സമയം അത്രയും തനിക്ക് പ്രിയപ്പെട്ടതാണ്. പാടവരമ്പ് കഴിഞ്ഞ് റോഡിലേക്ക് കയറുമ്പോഴാണ് മുരൾച്ചയോടെ ഭദ്രേട്ടൻ്റെ ബൈക്ക് വന്ന് നിന്നത്. അത്ഭുതവും സങ്കടവും തന്നിൽ ഒരുപോലെ നിറയുന്നതറിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം ഒരു പുഞ്ചിരിയോടെ ഭദ്രേട്ടനെ നോക്കിക്കാണുകയായിരുന്നു ദേവി. എന്തുപറ്റി? ശരിക്കൊരു വോൾട്ടേജ് പോലെ ദേവിയെ. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രാണനായവനെ കണ്ടാൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക? ചിരിയുടെ അസ്തമയത്തോടൊപ്പം വേദനയുടെ ലാഞ്ചന ദേവിയുടെ മുഖത്ത് പടരുന്ന ഭദ്രൻ അറിഞ്ഞു. തന്നോട് സംസാരിക്കുമ്പോൾ നാണം കൊണ്ട് തുടുക്കുന്ന കവിളണകൾ, പിടക്കുന്ന മിഴികൾ, ഇന്നതെല്ലാം എൻ്റെ ദേവിയിൽ നിന്ന് അന്യമായിരിക്കുന്നു. അതവനിൽ നോവുണർത്തി. ഇന്ന് ഈ മിഴികളിൽ പ്രണയത്തിന് പകരം നിർവചിക്കാനാവാത്ത മറ്റെന്തോ വികാരമല്ലേ? ഭദ്രേട്ടൻ എങ്ങനെ ഇവിടെ? നിന്നെ കാണാൻ തോന്നി. ഭദ്രേട്ടൻ വീട്ടിലേക്ക് നടന്നോളൂ. പാടവരമ്പ് കയറി കാണുന്ന വീടാണ്. അച്ഛൻ വീട്ടിലുണ്ടാവും, എനിക്ക് തിരക്കുണ്ട്, സമയം വൈകി. അതും പറഞ്ഞവൾ ഭദ്രന് മുഖം കൊടുക്കാതെ ധൃതിയോടെ നടന്നു. ഭദ്രൻ കാലുകൊണ്ട് ബൈക്കുന്നി മുന്നോട്ട് നടന്നു. ദേവി നിക്ക്. അവളിൽ നിന്ന് മുഖമുയർത്തി ചോദ്യരൂപേണ അയാളെ നോക്കി. ബൈക്ക് കയറ്. എന്തിന്? വേണ്ട, ഞാൻ നടന്നോളാം. തലയുർത്താ ദേവി പറഞ്ഞു. ദേവി നിന്നോട് കയറാനല്ലേ പറഞ്ഞേ? കുറച്ച് ദേഷ്യത്തോടെ ശബ്ദമുയർത്തി ഭദ്രൻ.
ദേവി നാലുപാടും വീക്ഷിച്ച് പതിയെ ബൈക്കിൽ കയറി. ചെറുചിരിയോടെ ഭദ്രം ബൈക്കെടുത്ത് ദേവിയെ നോക്കി. പരമാവധി വിട്ടകന്നിരിക്കുന്ന അവളെ കാണും തോറും അവന് ചിരി വിടർന്നു. സ്കൂൾ റോഡും വിട്ടകന്ന് പോകുന്ന കണ്ടതും അവളിൽ പരിഭ്രാന്തി നിറഞ്ഞു. ഭദ്രയുടെ ഇത് എങ്ങോട്ടാ? എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, പോരെ? അസ്വസ്ഥമായ മുഖത്തോടെ ഇരിക്കുന്ന ദേവിയെ നോക്കി അയാൾ പറഞ്ഞു. ബീച്ചിലെ ആളൊഴിഞ്ഞ മരത്തണലിൽ അവരിരുന്നു. നിശബ്ദമായ കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ കൊഴിഞ്ഞു വീണു. സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്? ഭദ്രനിൽ നിന്നുള്ള നിശബ്ദതയെ മുറിക്കാനെന്നോണം പതിഞ്ഞ സ്വരത്തിൽ ദേവി ചോദിച്ചു. ദേവിക്ക് എൻ്റെ ഒപ്പം സമയം ചെലവഴിക്കുന്നതിൽ ബുദ്ധിമുട്ടെന്തെങ്കിലും? കണ്ണു നിറച്ചുള്ള അവിടെ നോട്ടമായിരുന്നു മറുപടി. വിഷമിക്കാനല്ല, ദേവിയെ വിഷമിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? ഒന്ന് നിർത്തി ദേവിയെ ശ്രദ്ധിച്ചു. വിദൂരതയിലേക്ക് കണ്ണു നിറച്ചുള്ള നോട്ടം. തന്നിൽ നിന്ന് അവിടെ മനസ്സിനെ ഒളിപ്പിക്കാനുള്ള പരിശ്രമമല്ലേ? ഇന്നലെ വാര്യത്ത് അച്യുതൻ, അതായത് നിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ കൂടെ കൂട്ടാൻ. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ തടസ്സം ഒരിക്കലും ഭദ്രനല്ലെന്ന്. അമ്മു എന്ന വലത്തിലേക്ക് ദേവിക്ക് ഒരിക്കലും ഭദ്രനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന്. നീ എന്നെ മറക്കാൻ അമ്മൂട്ടിയെ മറയാക്കിയപ്പോൾ ഞാൻ നീറി കഴിയുകയായിരുന്നു. നിനക്ക് വേണ്ടി ഒരിക്കലും നീ എൻ്റേതാവുന്ന പ്രതീക്ഷയോടെ. അയാളെ നിർത്തിക്കൊണ്ട് വീണ്ടും തുടർന്നു. നിനക്ക് എങ്ങനെ എന്നെ അവഗണിക്കാൻ കഴിഞ്ഞ ദേവി? ഞാൻ പറയാതെ എൻ്റെ പ്രണയം അറിഞ്ഞവളല്ലേ നീ? എനിക്കായി നീയും നിനക്കായി ഞാനും കാത്തിരുന്ന് മറന്നുവോ? ഒരിക്കലും ഈ ബന്ധം നടക്കില്ലെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എല്ലാം മറക്കാമെന്ന് പറഞ്ഞ്, പിന്നീട് ഒരു ദിവസം ഭദ്രേട്ടനിലാ ജീവിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞ് മാറത്തലച്ച് കരഞ്ഞവളല്ലേ നീ? ഉറക്കമില്ലാത്ത രാത്രികൾ. ആ രാത്രികളിലൊന്നിൽ നമ്മളെടുത്ത തീരുമാനമായിരുന്നില്ലേ ഒളിച്ചോട്ടം? പക്ഷേ വിധി അത് മറ്റൊന്നായിരുന്നു. ആക്സിഡൻ്റ് രൂപത്തിൽ അമ്മൂട്ടിയുടെ അച്ഛനും അമ്മയും ദൈവം വിളിച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രണയമായിരുന്നു, നിന്നെയായിരുന്നു, എൻ്റെ ദേവിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തമ്മിലകറ്റിയ വിധി തന്നെ എന്നെ തന്നെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ഇനിയും താൻ അമ്മു എന്ന നാമത്തിൽ ഒളിക്കാനാണോ ദേവി? തൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാത്ത തലകുമ്പിട്ടിരിക്കുന്ന ദേവിയുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി കൈക്കുമ്പിളിലേക്ക് മുഖം കവർന്നെടുത്തു. നിറഞ്ഞൊഴുകുന്ന മിഴികളിൽ നിസ്സഹായാവസ്ഥയിൽ കവിഞ്ഞൊന്നുമില്ലായിരുന്നു. ഏയ്, എന്താ ഇപ്പം ഇത്? നിനക്ക് അറിയിക്കാനല്ലല്ലോ ഞാൻ ചോദിച്ചത്. നമ്മളൊരിക്കൽ കൊതിച്ച ജീവിതം അന്ന് തടസ്സമായി നിന്ന് അയാൾ തന്നെ വെച്ച് നീട്ടിയപ്പോൾ മനസ്സൊന്ന് പിടിവിട്ടുപോയി. അത്രയേ ഉള്ളൂ. ദേവിയുടെ നിറഞ്ഞൊഴുകുന്ന മിഴിനീനെ തുടച്ചുകൊണ്ട് അയാൾ തുടർന്നു. നിന്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാം നിനക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് വിഷമമായോ? ഒന്നും വേണ്ടിയിരുന്നില്ല. അയാളാകെ വിഷമത്തോടെ ദേവിയെ നോക്കി. തീരത്തേക്ക് വീശി ഉഷ്ണക്കാറ്റ് പൊടി വർത്തിക്കൊണ്ട് അവരെ കടന്നുപോയി. ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചല്ല, ഏകാന്തത അതൊരു ചുഴിയാടോ. അതിലേക്ക് ആണ്ടുപോയാ മനസ്സ് കൈവിട്ടെന്ന് വരും. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം. നീണ്ട 20 വർഷങ്ങൾ നീ ഇന്നും എൻ്റെ ഉള്ളിൽ മിഴിവോടെ നിൽക്കുകയാണ്. എനിക്കറിയാം അമ്മുവിൻ്റെ വേർപാട് അത് നിനക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണെന്ന്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ ഭദ്രേട്ടനുള്ള തൻ്റെ കാഴ്ചയെ അവ്യക്തമാക്കിയിരുന്നു. ഇതുവരെ തന്നതും ഇനി വെച്ച് നീട്ടുന്നതും ഒരു ഉപാധിയുമില്ലാത്ത പ്രണയമാണെന്നറിയാം. പക്ഷേ തനിക്കാവുമോ പ്രണയിനിയുടെ ഭാവങ്ങൾക്ക് പകരം എന്നിൽ വന്നു ചേർന്ന മാതൃത്വത്തെ അവഗണിക്കാൻ? ഒരു സമയരുവടായി. അതും പറഞ്ഞയാൾ അവളിൽ നിന്ന് വേർപെട്ട് പതിയെ നടക്കാൻ തുടങ്ങവേ അയാളുടെ കൈകൾ അവൾ കവർന്നിരുന്നു. തെളിവ് പ്രതീക്ഷയോടെ അയാൾ തിരിഞ്ഞു നിന്നു. ഞാനൊരിക്കലും ഭദ്രേട്ടനെ മറന്നതല്ല. അമ്മുവിനെ ഭദ്രേട്ടൻ്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിന്ത. ഭദ്രേട്ടനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹം. മുന്നോട്ടുള്ള അമ്മുവിൻ്റെ ഭാവിക്കും അവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ ഭദ്രേട്ടനും അമ്മു എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അമ്മു? ചോദ്യത്തോടെയുള്ള ഭദ്രൻ്റെ നോട്ടത്തിൽ നിന്ന് പതിയെ മിഴികൾ മാറ്റി. അറിയില്ല ഭദ്രേട്ടാ, എവിടെ എനിക്ക് പിഴച്ചതെന്ന്, എൻ്റെ കുട്ടിക്ക് എന്താണ് പറ്റിയെന്ന്. ഒരു ദിവസം എന്നെ ഉപേക്ഷിച്ച് പോവാന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഞാൻ അവൾക്കെന്നോ അവളുടെ ഒരു ആഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. ദേവി വിതുമ്പലോടെ ബെഞ്ചിലേക്ക് തളർന്നിരുന്നു. പ്രസവിച്ച് മുലയൂട്ടിയ കണക്കൊന്നും നിരത്താനില്ലാത്ത ജീവിതത്തിൻ്റെ നിറങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച മാതൃഹൃദയത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അയാൾ അവൾക്ക് അരികിലിരുന്നു. ചക്രവാള സീമയിൽ പടർന്നു കയറിയ കുങ്കുമവർണ്ണത്തിൽ കണ്ണു നട്ടിരിക്കുന്ന അമ്മുവിനെ അവനൊന്നുകൂടെ നോക്കി അക്ഷമയോടെ വാസിലോട്ടും. എൻ്റെ അമ്മുവേ, എന്തിരിപ്പാ ഇത്? നീ ആദ്യമായിട്ടാണോ സൺസെറ്റ് കാണുന്നേ? ചിന്തയുടെ പാതി ഉപേക്ഷിക്കേണ്ടി വന്ന നീരസത്തിൽ അവൾ ആദ്യം തലയിരിച്ച് നോക്കി. നോക്കണ്ട, ഇതിപ്പോ വന്നിട്ട് 2-2.5 മണിക്കൂറായി. കപട ദേഷ്യത്തോടെ പറയുന്ന ആദ്യം നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. നോക്കൂ അമ്മൂസേ, ഞാനൊരു തിരക്കുള്ള കുട്ടി ഡോക്ടറാണെന്ന് നിനക്കറിയാലോ. ഈവനിങ് കൺസൾട്ടിങ് പോലും ഉപേക്ഷിച്ചാ എന്നെ കണ്ണിൽ ശ്വാസം മുട്ടി നീ മരിച്ചു പോയെന്നോ ആകാശം ഇടിഞ്ഞു വീഴെന്നൊക്കെയുള്ള നിന്റെ ഭീഷണി ഞാൻ ഓടിയെത്തിയേ. എന്നിട്ട് ഇപ്പോൾ സൺസെറ്റ് നോക്കിയിരിക്കുവാണോ?
പരിഭവത്തോടെ മുഖം കുനിച്ച് മണൽത്തരികളെ കയ്യിലെടുത്ത് ഉതിർന്ന് കളിക്കുന്നവളെ ഒരു വേള പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അരികു പറ്റിയിരുന്ന് പതിയെ ചോദിച്ചു, എന്തുപറ്റി? കണ്ണു നിറച്ചുള്ള നോട്ടം മറുപടിയായി നൽകി ആദിയുടെ തോളിൽ തലയായിച്ചു. അമ്മ, എനിക്ക് കാണണം ആദി. ഇതിപ്പോ നീ നാട്ടിൽ നിന്ന് വന്ന നാളെ തൊട്ട് പറയുന്നല്ലേ? ഇപ്രാവശ്യത്തിൽ വൈകിയെന്നാ? ഇതങ്ങനെയല്ല ആദി, എനിക്ക് പോകണം, അമ്മയെ കാണണം. അത് മാത്രമല്ല, അവളൊന്ന് മടിച്ച് അവനിൽ ശ്രദ്ധയൂന്നി തുടർന്നു, നീ കൂടെ വരണം. ഞാനോ? എന്തിന്? നിന്റെ ഫ്രണ്ടെന്ന് നിലക്കോ? അതോ അമ്മയിൽ നിന്ന് മകളെ തട്ടിയെടുത്ത കാമുകനെന്ന് നിലക്കോ? അവൻ്റെ വാക്കുകളിൽ പുച്ഛെന്ന് എഴുതിച്ചിരുന്നു. ആദ്യമായിട്ട് ഞാൻ വേണ്ട അമ്മ, എന്തിനാണിതെല്ലാം? ഇല്ലാത്തൊരു പ്രണയം ഒളിച്ചോട്ടോ. നീ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി വീട് ഉപേക്ഷിച്ച് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്നാണോ നീ കരുതി? കുഞ്ഞിലേ മുതൽ അച്ഛൻ നഷ്ടപ്പെട്ട് നിന്നെ ഇത്രയും വരെയാക്കി അമ്മയുടെ സ്നേഹം ഉപേക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണമുണ്ടെന്നറിയാം. നീയായിട്ട് പറയുന്ന ധാരണ എനിക്കില്ല. നിന്നെ ഓർത്ത് കരയുന്ന അമ്മയുടെ വേദനയ്ക്ക് കണ്ടില്ലെന്ന് അടിക്കാനും വയ്യ. ഞാൻ ദേവിയാനോട് സംസാരിക്കാം. ശാന്തമായി പറഞ്ഞുകൊണ്ട് അവൾ ഉറ്റുനോക്കി. നമ്മുടെ ആ സാന്നിധ്യത്തിൽ നല്ലത് സംഭവിക്കുമെങ്കിൽ നാം ഒന്ന് ഒഴിഞ്ഞേൽക്കുന്നതിൽ എന്താണ് തെറ്റ്? വേദന നിറഞ്ഞ പുഞ്ചിരിയോട് അവൾ ചോദിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. നീ പറഞ്ഞു വരുന്നു? നമുക്ക് കുറച്ച് നടക്കാം. കൈ തട്ടിക്കുടഞ്ഞ അവൾ എണീറ്റ് അവന് നേരെ കൈ നീട്ടി. ഇടവിടാതെ വീശുന്ന ഇളം തെന്നലിൽ അവളുടെ ചുരുണ്ട മുടിയിഴകൾ പാറി പറന്നുകൊണ്ടിരുന്നു. നെഞ്ചിൽ കൈകൾ പിണച്ചു വെച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്നവൾക്ക് പറയാനുള്ളതിനായി അവൻ കാതോർത്തു. ഞാൻ എൻ്റെ അമ്മയുടെ മകളല്ല. ആദ്യം കണ്ണൊന്ന് കൂർപ്പിച്ച് അവൾ നോക്കി. ദേമു, നിനക്ക് കളിയൽപ്പം കൂടുന്നുണ്ട്. നീ വീട്ടിൽ പറഞ്ഞില്ലേ വേണ്ട, ഇനി ഇത്തരത്തിലുള്ള സംസാരം വേണ്ട. അവൻ ദേഷ്യത്തോടെ തലവെട്ടിച്ചു. അല്ല ആദി, ഞാൻ പറയുന്നത് സത്യമാണ്. താനെന്താ ഈ പറയുന്നത്? ദേവി ആൻറ്റി അപ്പോ? അതെ, അച്ഛനും അമ്മയില്ലാത്ത അനാഥയാണ് ആദി ഞാൻ. നിറമിഴിയാൽ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അച്ഛനെക്കുറിച്ച് ആദ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അമ്മയുടെ മറുപടി മൗനമായിരുന്നു. നിർബന്ധം വയ്യാതായപ്പോൾ മുത്തച്ഛൻ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. കാറാപ്പിടത്തിൽ മരിച്ചെന്നും അതിനുശേഷം അമ്മയുടെ മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്ന് മോചിതയാവനെടുത്ത വർഷങ്ങളെല്ലാം നിരത്തി. ഇനി അമ്മയോടൊന്നും ചോദിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. അമ്മയിൽ കവിഞ്ഞൊന്നുമില്ലാതിരുന്ന എനിക്ക് അച്ഛൻ എന്നുള്ളൊരു വിഷയമേ അല്ലായിരുന്നു. അമ്മയെ നോവിക്കുന്നൊന്നും എനിക്കറിയണ്ടായിരുന്നു. ആദ്യക്കറിയാം, എൻ്റെ അഹങ്കാരമായിരുന്നു എൻ്റെ അമ്മ. ഒരു മനസ്സും ശരീരമായി കഴിഞ്ഞവർ. എൻ്റെ മനമൊന്നിടറിയാൽ അറിയുന്ന എൻ്റെ നിഴലായിരുന്നു. ഒരിക്കലും ഒരാൾക്കും പകത്ത് നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ദൈവമാണ്. അമ്മയോട് സ്നേഹമായിട്ട് അടുത്ത് സംസാരിക്കുന്നവരെ പോലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അമ്മയുടെ ആ ഡയറി താളുകൾ അതെന്നിൽ എത്തിപ്പെട്ടതെന്തിനാ? ഞാൻ അറിയുകയായിരുന്നു ഡയറിയിലൂടെ. ഞാൻ അറിയാത്ത എൻ്റെ അമ്മയുടെ ബാല്യവും കൗമാരവും പ്രണയവും എല്ലാം. അമ്മ എൻ്റെ അമ്മയല്ല എന്നുള്ളതിനേക്കാളേറെ ഡയറിയിൽ വായിച്ചെറിഞ്ഞ ഭദ്രൻ എന്ന വ്യക്തിയിൽ കുടുങ്ങിപ്പോയിരുന്ന മനസ്സ്. ആദ്യം തോന്നിയ ദേഷ്യം അമ്മയുടെ സ്നേഹം മറ്റൊരാൾക്ക് പങ്കുവെക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു. 20-ാം വയസ്സിലും 2 വയസ്സുകാരുടെ ചിന്ത എന്നിലേക്ക് എത്തി. നേരിയ പുഞ്ചിരി അവളിൽ മിന്നിമറയുന്നത് ആദ്യം ശ്രദ്ധിച്ചു. എന്നിൽ നിന്ന് അമ്മ അകലുമോ എന്ന ഭയം, അത് സൃഷ്ടിച്ച ഡിപ്രഷൻ. എനിക്ക് ചുറ്റുമുള്ള അമ്മയെന്ന സ്നേഹാവരണത്തെ ഞാൻ വെറുക്കാൻ ശ്രമിച്ചു. എന്നിലെ മാറ്റങ്ങൾ അമ്മയും തിരിച്ചറിഞ്ഞിരുന്നു. കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ വഴക്കിട്ടു, സങ്കടപ്പെടുത്തി. ഒരു വാക്കുപോലും മറുത്തു പറയാതെ എന്നെ വീണ്ടും വീണ്ടും മാതൃസ്നേഹത്തിൽ തളച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. പോകെ പോകെ എനിക്ക് അവിടെ ഒരു തടവറയാണെന്ന് തോന്നി തുടങ്ങി. അമ്മ അതിൻ്റെ കാവൽക്കാരിയും. അവിടുന്ന് ഓടി കളിക്കാൻ മനസ്സ് വെമ്പി. അതിന് ഞാൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു അമ്മയ്ക്ക് എന്നിൽ നിന്ന് കേട്ടറിവ് മാത്രമുള്ള ആദിക്കൊപ്പമുള്ള ഒളിച്ചോട്ടം. പക്ഷേ അവിടെ ഞാൻ തോറ്റുപോയി. കണ്ണിൽ നിറഞ്ഞു വന്ന മിഴിനീരിനെ കൈകൊണ്ട് തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾ തുടർന്നു. അമ്മയില്ലാത്ത ദിനങ്ങൾ എനിക്ക് ഓരോ യുഗങ്ങളായിരുന്നു. അമ്മയെ പിരിഞ്ഞുള്ള ജീവിതം എന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തുമെന്ന് തോന്നില്ല നീയായിട്ട് ഞാൻ കൂടുതൽ അടുത്തത്. എൻ്റെ ചിന്തകൾ തെറ്റായിരുന്നെന്ന് നിന്റെ സാമീപ്യത്തിലൂടെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അമ്മയിൽ കവിഞ്ഞൊന്നുമില്ലെന്ന ധാരണ തിരുത്തുന്നതിനൊപ്പം അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ തന്നെ സൃഷ്ടിച്ച പുകമറക്കുള്ളിൽ നിന്ന് എനിക്ക് പുറത്തുടക്കണമായിരുന്നു. അമ്മയുടെ പ്രണയത്തെ കൂടുതലറിയാൻ ഞാൻ ആ നാട്ടിലേക്ക് പോയി. ഭദ്രൻ ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി. അയാളുടെ കാത്തിരിപ്പിനെ കണ്ടിൽ നിന്നടിക്കാനായില്ല. എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയ ജീവിതം അമ്മയ്ക്ക് തിരികെ നേടിക്കൊടുക്കണമെന്ന് തോന്നി. ഭദ്രച്ചൻ ഇന്ന് വിളിച്ചിരുന്നു. നാളെ നാട്ടിലേക്ക് എത്താൻ പറഞ്ഞു. നാളെ ഒരു കുഞ്ഞ് വിവാഹം കൂട്ടിയിട്ട് പോവാന്ന്. അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തി. എല്ലാം എനിക്ക് നാളെ തിരുത്തണം. നീയുമായിട്ട് ആത്മസുഹൃത്ത് എന്നതിൽ അപ്പുറമൊന്നുമില്ലെന്ന് പറയണം. ആ മാറത്ത് തലചേർത്ത് മാപ്പ് ചോദിക്കണം. മനസ്സിലാക്കാൻ വൈകിയതിൽ അവൾ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. വരില്ലേ ആദി നീ എന്നോടൊപ്പം എൻ്റെ അമ്മയുടെ വിവാഹം കൂടാൻ? ആത്മസുഹൃത്ത് എന്നതിലപ്പുറം ഒന്നുമില്ലെന്ന് ആ വാക്കുകളിൽ മനം കൊരുത്തു പോകുന്നു. ആദി നീ എവിടെയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവൾ മുമ്പിൽ നിന്ന് കൈകൾ വീശി ചോദിച്ചു. ആദി എന്നോടൊപ്പം വരില്ലേ? കണ്ണിറുക്കി കൊഞ്ചലോടെ ചോദിക്കുന്നവളെ തലയിലൊരു കിഴിക്കൊടുത്തു. ചുണ്ടു പിളർത്തി തല ഒഴിയുന്നവളവൻ അരയിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു പിടിച്ചു. പകച്ച് കണ്ണുമിഴിച്ചു നിൽക്കുന്നവളെ കള്ളച്ചിരിയോടെ നോക്കി.
നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂടാ? കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള ചോദ്യം. അവളൊന്ന് പതറി. എന്താ ഇപ്പൊ ഇങ്ങനെ? എങ്ങനെ? ഇതുപോലെ. മാറുന്ന ശ്വാസഗതിയിൽ ദ്രുതവേഗതയിൽ മിടിക്കുന്ന ഹൃദയം തന്നിൽ ആഴ്ന്നിറങ്ങുന്ന നോട്ടത്തെ നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. അവനിൽ ഉണരുന്ന പ്രണയം അവളുടെ ചുടികളിൽ നാണം വിടർത്തി. ആദ്യം അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്തു. മംഗലത്തിൽ ലക്ഷ്മി, ഇത് എനിക്ക് വേണ്ടി മാട്രിമോണി മൊത്തം പരതി നടപ്പാണ്. പറയട്ടെ ഞാൻ എൻ്റെ അമ്മുവിനെ പറ്റി. കാതരികളായവന്റെ നിശ്വാസം അറിഞ്ഞതും പെട്ടെന്ന് അവൾ വയറ്റിലൊരു കുത്തുകൊടുത്ത് അവനെ തള്ളി മാറ്റി ഓടി. ഡേ! ആദിയുടെ വിളിയിൽ തിരിഞ്ഞു നിന്നു. ഓ, മറുപടിയല്ലേ, നമുക്ക് ആലോചിക്കാം. ലക്ഷ്മി ആന്റിയോടെ നിലവിളക്ക് തൂത്തു വെച്ചേക്കാൻ പറഞ്ഞു. നിറഞ്ഞ ചിരിയോടെ അവൾ പിന്നിലേക്ക് അടിവെച്ച് നടക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. കൂട്ടുകാരനായ അശ്വിൻ്റെ പെങ്ങൾ നയനയെ കാണാൻ കോളേജിലെത്തി എനിക്ക് മുമ്പിൽ യാദൃശികമായി തെക്കിലിക്കാൻ പോലുള്ള പെണ്ണാണ് അമ്മു. ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിമൻസ് കോളേജിലെ നിത്യസന്ദർശകരായി. കള്ളം പൊളിയും എന്നായപ്പോൾ നയനയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് അമ്മുവായിട്ട് അവൾ കൂട്ടായത്. അതുവഴി ഞങ്ങളുടെ സൗഹൃദം അവിടെ ഉടലെടുക്കുകയായിരുന്നു. അവളുടെ ഡിഗ്രി പഠനവും എൻ്റെ ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ജോലി ശരിയായി അവളോട് ഇഷ്ടം പറയാൻ ചെന്നപ്പോഴാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. താൻ കൈവടിഞ്ഞാൽ വിട്ടിത്തങ്ങളിലേക്ക് എത്തുമോ എന്ന ഭയത്തിലാണ് ഹോസ്റ്റൽ ശരിയാക്കി കൊടുത്തത്. താനും അവളും പ്രണയത്തിലാണെന്നുള്ള തരത്തിൽ അമ്മു വീട്ടിലെഴുതി വെച്ച കത്തിനെക്കുറിച്ച് അറിഞ്ഞു. ആർക്കും മുമ്പിലും തിരുത്താൻ നിന്നില്ല. അവളായി തന്നോട് പറയുന്ന ദിവസത്തിനായി കാത്തിരുന്നു. അതേ മാഷേ, ദിവാസ്വപ്നം കണ്ടിരിക്കാതെ എന്നെ ഒന്ന് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യും. തിരിഞ്ഞെന്ന് വിളിച്ചു പോകുന്നവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ നടന്ന് നീങ്ങി. രാവിലെ രജിസ്ട്രേഷൻ ഓഫീസിലെത്തുമ്പോൾ ദേവിയും ഭദ്രനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്കിത്തിരി നേരത്തെ എത്തായിരുന്നില്ലേ? സാക്ഷി മാത്രമേ ഇനി ഒപ്പുവെക്കാനുള്ളൂ. അമ്മുവിന് പിറകിലായി വരുന്ന ആദ്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭദ്രൻ അത് പറഞ്ഞത്. അമ്മു അമ്മയെ നോക്കിക്കാണുകയായിരുന്നു. നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ഒന്നുകൂടെ മെലിഞ്ഞിരിക്കുന്നു. പുഞ്ചിരിയാൽ വിടർന്ന മുഖത്തിൽ നിന്ന് തികഞ്ഞ ഗൗരവം മാത്രം. അവൾ അമ്മയ്ക്കരികൾ നടന്നെത്തിയതും ദേവി വെട്ടിത്തിരിഞ്ഞ് ആദിയുടെ അടുത്തേക്ക് നടന്നു. ആദിയോട് സംസാരിക്കുമ്പോഴും തനിക്ക് നേരെ അറിയാതെ പോലും നോക്കുന്നില്ല. അമ്മു വേദനയോടെ ഭദ്രനെ നോക്കി. അയാൾ കണ്ണു ചിമ്മി ആശ്വസിപ്പിച്ചു. ആദിക്ക് ശേഷം അമ്മു സൈൻ ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മി ആന്റിയെ കാണുന്നത്. ആന്റി മാത്രമല്ല, അങ്കിളും ഉണ്ട്. ആദിയുടെ അച്ഛനായ ചന്ദ്രൻ മുന്നോട്ട് വന്ന് കൂട്ടിച്ചേർത്തു. ആദ്യ അത്ഭുതത്തോടെ അമ്മയും അച്ഛനെയും നോക്കി. അപ്പൊ ഇനി എങ്ങനെയാ? പെണ്ണും ചക്കിനും മാറിയിടല്ലേ? ചന്ദ്രൻ ചോദിച്ചുകൊണ്ട് ആദ്യ അമ്മുവിനെ ഒരുമിച്ച് നിർത്തി. ആദ്യ അമ്മുവിനെ കിളിപോയ കണക്ക് നോക്കി. അത് തന്നെയായിരുന്നു അവളുടെ അവസ്ഥയും. മാലയെടുത്ത് ദേവി അമ്മുവിന് നേരെ നീട്ടി. അമ്മയെ ഞങ്ങൾ തമ്മിൽ. ചുണ്ടിന് കുറുകെ ചൂണ്ടുവിരൽ ചേർത്ത് മിണ്ടരുതെന്ന് കാണിച്ച് ആദിയോടായി. പേടിക്കണ്ട, നിയമപരമായി മാത്രം. താലികിട്ട് ആഘോഷമായിട്ട് അടുത്ത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ വെച്ചാവാം. എന്തു പറയണമെന്നറിയാൻ നിൽക്കുന്ന ആദിയെ ചന്ദ്രൻ ചുമലിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. നിനക്കിഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന മംഗലത്ത് കയറ്റില്ലെന്ന് ഞാനോ ലക്ഷ്മി നിന്നോട് പറഞ്ഞിരുന്നോ? പിന്നെ എന്തിനാടാ നീ ഇവിടെ ഹോസ്റ്റലിലാക്കിയേ? സത്യം അറിയാൻ അശ്വിന് വേണ്ടി വന്നു. ഇത് അമ്മുവിൻ്റെ അമ്മയുടെയും തീരുമാനം മാത്രമല്ല, എൻ്റെ ലക്ഷ്മിയുടെയും കൂടിയാ. കപട ഗൗരവ ഉപേക്ഷിച്ചുള്ള അമ്മയുടെ ചിരിയേണ്ടതോടെ ആദ്യ അമ്മുവിന്റെ സമ്മതത്തിനെന്നോണം അവളെ നോക്കി. ആദിയുടെ ഹാരമേറ്റു വാങ്ങുമ്പോഴും അവളുടെ മനം അസ്വസ്ഥമായിരുന്നു. താൻ ആഗ്രഹിച്ച ഇതല്ലല്ലോ അമ്മയുടെയും ഭദ്രച്ഛൻ്റെയും വിവാഹം. നിസ്സഹായതോടെ ഭദ്രച്ഛനെ നോക്കി ദൃഷ്ടി മാറ്റി അയാൾ വിദഗ്ധമായി. അമ്മയ്ക്കൊരു ജീവിതമില്ലാതെ ആദിയുടെ ഭാര്യയാവാൻ താൻ ഒരുക്കമില്ലെന്ന് ഭദ്രച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാനായി അയാൾക്കരികിലേക്ക് നടന്നു. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഭദ്രനെ അവൾ ബലമായി തടഞ്ഞു നിർത്തി. അച്ഛനെ പറ്റിച്ചല്ലേ? ഞാൻ ഓടി വന്ന എൻ്റെ അമ്മ സുമകിലാവുന്ന കാണാനാ. ജീവിതത്തിലെ നല്ലൊരു ഭാഗം എനിക്കായി മാറ്റിവെച്ച അമ്മയ്ക്ക് എന്ന് കൂട്ടായി ഈ അച്ഛന് നൽകാനല്ലേ? ഞാൻ അതിനു വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്ത്. ഇന്ന് അമ്മയ്ക്ക് എന്നുള്ള അവഗണന പോലും നിങ്ങൾ ഒന്നാവുന്നതിന് വേണ്ടിയുള്ള ശ്രമഫലമല്ലേ? സങ്കടത്താൽ അവിടെ കണ്ണുനീർ ചാറിട്ടൊഴുകുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. മോള് നിനപ്പ് കറിയുന്നത് വിവാഹം അത് ദൈവനിയോഗം പോലെ നടക്കത്തുള്ളൂ. ദേവിക്ക് തണലാവാൻ എനിക്കൊരു താലിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ലടോ. നീ വാ, ദേവിയോട് ഞാൻ സംസാരിക്കാം. ദേവി പെട്ടെന്നാണ് ഭദ്രനരികിലെത്തി പോവാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്ന് അറിയാതെ പോലും തന്നെ നോക്കാതെ കാറിൽ കയറിയിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മ, എന്നെ നോക്കമ്മ പ്ലീസ്. അമ്മ, ഞാനിനി അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. സോറി അമ്മ. അവൾ കണ്ണുനീർ തുടച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നീയെല്ലാം അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ബന്ധങ്ങളും ഓർത്ത് നീ പടിയിറങ്ങിയപ്പോൾ അതെന്തിൻ്റെ പേരിലായാലും എന്നെ നിന്നെ വളർത്തിയ മുത്തച്ഛനെ ഒരു നോക്ക് കാണാനെങ്കിലും നിനക്ക് വരായിരുന്നു. മാറ്റി നിർത്തിപ്പോയവരെ അടക്കി പിടിക്കാൻ പേടിയാ. ഇനിയും സ്നേഹം തന്ന് അകന്നു പോയാൽ താങ്ങാനാവില്ല. മിഴിനീർ വാശിയോടെ തുടച്ച് ദൂരേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. ഇനി എന്തു പറയുമെന്നറിയാൻ നിസ്സഹായതയോടെ അമ്മു നിന്നു. ശിലകണക്കെ നിൽക്കുന്നവൾ ആദ്യം തന്നോട് ചേർത്ത് നിർത്തി. ഒരേ ഏങ്ങലോടെ അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. പോവാം. അമ്മുവിൻ്റെ മനസ്സും ശരീരം ഒരുപോലെ തളർന്നിരുന്നു. കാറിലിരിക്കുമ്പോഴും മനസ്സ് അമ്മയോടൊപ്പമായിരുന്നു. തനിക്ക് അന്യമായ മാതൃസ്നേഹം നൽകി അമ്മയോട് മനസ്സുകൊണ്ട് മാപ്പ് പറയുകയായിരുന്നു. അമ്പലത്തിൻ്റെ മുമ്പിൽ കാറെത്തിയപ്പോഴാണ് അമ്മുവിന് സ്ഥലകാലബോധം ഉണ്ടായത്. ആദ്യമായിട്ടാ ഇവിടെ?
വാ, ഒരു ശുഭകാര്യം നടന്നല്ലേടോ, ഒന്ന് തൊഴുതിട്ട് വാ. മനസ്സിലാ മനസ്സോട് അമ്പലത്തിലെത്തിയ അമ്മു കാണുന്നു ദേവിയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന ഭദ്രനെയാണ്. ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൾ ആദ്യം നോക്കി. നിറഞ്ഞ മന്ദഹാസത്തോടെ അവർക്കരിയിലേക്ക് പൊക്കോളാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. കാലുകൾക്ക് വേഗം പോരെന്ന് തോന്നി. ഒറ്റ കുതിപ്പായിരുന്നു. അമ്മ സുമംഗലിയാവുന്ന നിറകണ്ണുകളാൽ നോക്കിക്കണ്ടു. മോളോട് ഞാൻ പറഞ്ഞില്ലേ, ദൈവനിയോഗം അതുപോലെ നടക്കുള്ളൂ, നടക്കാൻ പാടുള്ളൂ. ഇതെന്റെ പെണ്ണാ, കാലം എനിക്കായി കാത്തുവെച്ചവൾ. പിന്നെ മോളോട് പറയാതിരുന്ന് ദേവിയുടെ മധുരപ്രതികാരാണെന്ന് കൂട്ടിക്കോളൂ. ഭദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. വാത്സല്യത്തോടെ നിവർത്തി പിടിച്ച അമ്മയുടെ കൈക്കുള്ളിലേക്ക് അണയുമ്പോൾ ഇനിയൊന്നിനു വേണ്ടി അമ്മയിൽ നിന്ന് നിധിയെ നഷ്ടപ്പെടുത്തില്ലെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. സോറി അമ്മ, അമ്മേനോട് ക്ഷമിച്ചല്ലോ. അതിന് മറുപടി കവിളിലൊരു ഉമ്മയായിരുന്നു. മകളോട് ക്ഷമിക്കാൻ അമ്മമാർക്കല്ലാതെ മറ്റാർക്കാ കഴിയുക?